മണി എന്താ എഴുന്നേക്കുന്നില്ലേ? തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ, മൈഗ്രെയിൻ അല്ലേ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ റെസ്റ്റ് എടു. ഞാനേ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം, എനിക്കും വയ്യ, ബാക്ക് പെയിൻ ഉണ്ട്. രവിയേട്ടൻ പുറത്തുനിന്ന് കഴിച്ചാൽ രവിയേട്ടന്റെ പ്രശ്നം മാത്രമല്ലേ തീരുന്നുള്ളൂ. പിള്ളേർക്കാരുണ്ടാക്കി കൊടുക്കും, ഞാൻ എന്തോന്ന് കഴിക്കും? എന്തായാലും ഇവിടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. നിനക്ക് വയ്യല്ലോ മണി, എന്നാ പിന്നെ ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ. എന്തോന്ന് ചേഞ്ച്? ഞാൻ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാം. അയ്യോ വേണ്ടായേ, ഇന്നാൾക്ക് ആ നെയ്മീൻ ചൂര മേടിച്ച് ഞാൻ ഉണ്ടാക്കാന്നും പറഞ്ഞ് കേറിയിട്ട് ആ മീനിനെ നശിപ്പിച്ച് വിട്ടു. എന്നിട്ട് എല്ലാരും വലിയ ടേസ്റ്റോടുകൂടി അന്ന് കഴിച്ചല്ലോ. കഴിച്ച് എന്റെ ക്ഷീണം മാറാൻ 2 ദിവസം എടുത്തേ ഉള്ളൂ. എന്നിട്ട് അന്ന് നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞ, പിള്ളേർക്കൊക്കെ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു രവിയേട്ടന്റെ മീൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ മുന്നിൽ വെച്ച് ഭർത്താവിന്റെ കുറ്റം പറയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞപ്പോ മണി പിള്ളേരത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞാലോ? അതൊന്നും വേണ്ട, പിള്ളേർക്ക് എവിടെ പോണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം, നീയാണ് വഷളാക്കുന്നവരെ. അവര് കയറി കുക്ക് ചെയ്യട്ടെ, പാചകം അറിഞ്ഞിരിക്കണ്ടേ? കെട്ടിച്ചു വിടാവുള്ളേന്. ഒന്നും അറിഞ്ഞോണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. സ്വന്തം ആവശ്യത്തിന് പാചകം അറിഞ്ഞിരിക്കണൊക്കെ നല്ലത് തന്നെ, പക്ഷെ വല്ലവന്റെ വീട്ടിൽ പോയി പാചകം ചെയ്യാനല്ല അത് ചെയ്യേണ്ടത്. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിച്ചോളും. പിന്നെ പഴയ കാലമൊന്നുമല്ല ഇത്. ഓ നിർത്ത്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ വല്ലവന്റെ വീടാണല്ലോ, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ നിന്റെ വീടല്ലേ ഇത്? എന്നാ ഒരു കാര്യം ചെയ്, നീ റെസ്റ്റ് എടുക്ക്, നീ കിടക്ക്, ഞാൻ പോ. കിടന്നാലൊന്നും ശരിയാവൂല. ഇതാ പ്രശ്നം, പറഞ്ഞാ കേൾക്കൂലല്ലോ. വയ്യെങ്കിൽ കിടക്ക്, റെസ്റ്റ് എടുക്ക് മണി. നിങ്ങളിത് മടക്കി വേ, പണിയുണ്ട്. പറഞ്ഞ ഒരു അനുസരണയില്ല, അമ്മയ്ക്കും അതെ മക്കൾക്കും അതെ. വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കണം, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോ ചുറ്റി വെച്ചടിച്ചതുകൊണ്ട് അമ്മ, ഓ ഞാൻ ഇറങ്ങുവാണേ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എത്തും. ആരുടെയും ലേറ്റ് ആവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വല്ല വാങ്ങിച്ച് കഴിക്കണം കേട്ടോ, വയറ് കാഞ്ഞ് കിടക്കല്ലേ. ഇല്ല അമ്മ. ഇല്ല, നീ അച്ഛനോട് പോകുന്നല്ലേ പറഞ്ഞേ? അത് ഇന്നലെ അവള് ബുക്ക് ചെയ്ത്, ട്രിപ്പിൾസ് അടിച്ച് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ നീ എങ്ങനെ പോവും? ഞാൻ ഇന്നലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സോപ്പിട്ട് ഒരു 200 രൂപ വാങ്ങിച്ചു. എന്തായാലും 150 രൂപ ഓട്ടയ്ക്കാവും. അമ്മ സമയമില്ല, ഞാൻ പോണേട്ടാ. ഡേ നിന്ന് കറങ്ങാതെ പെട്ടെന്ന് വന്നോളാം. ഓ ശരി. മണി തലവേന കുറവില്ലേ മണി? രാവിലെ എഴുന്നേറ്റപ്പോഴേ നിനക്ക് തലവേനല്ല, പിന്നെ നീ അടുക്കളയിൽ കയറി പണിയാൻ പോകണം. കുറച്ച് കഴിഞ്ഞ് മാറുന്നു വിചാരിച്ച്. നീ ഇങ്ങനെ വിചാരിക്കുന്ന ദിവസങ്ങളെല്ലാം നിനക്ക് തലവേന കൂടിയിട്ടേ ഉള്ളൂ, ഒന്ന് കിടപ്പിലായിട്ടുണ്ട്. നിങ്ങൾ ഓഫീസിൽ പോകാൻ നോക്ക്. നീ എന്തായാലും കഴിച്ചാ? മക്കളെ, അമ്മയ്ക്ക് സുഖമില്ല, നിനക്ക് ഇന്നെങ്കിലും ഇവിടെ നിന്നൂടെ? അയ്യോ, ഞാൻ എൻ്റെ കൂട്ടുകാരി വീട്ടിൽ ചെല്ലാന്ന് വാക്ക് കൊടുത്തുപോയി. ഇല്ലായിരുന്നെങ്കിൽ നിൽക്കുമായിരുന്നു. അയ്യോ പോവാൻ നോക്ക് നിങ്ങള്. നീ എല്ലാം കഴിച്ചാ? ഇല്ല ചാ. നിന്നോടല്ല മണി, നീ കഴിച്ചാ? എത്ര പ്രാവശ്യം ചോദിക്കണം, കഴിച്ചില്ല, കഴിച്ചോളാം. എന്നാ നീ വല്ലതും കഴിക്കേ. ഒരു 10 മണിയെങ്കിലും ആവട്ടെ. ഈ 10 മണിക്കൊക്കെ വല്ലതും കഴിച്ചാ പിന്നെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഓഫീസിൽ പൊക്കോ, ലേറ്റ് ആവില്ലേ? അതാണ്, വാ. ഞാൻ നേരത്തെ വരാൻ നോക്കാം. എന്തിന് ഇങ്ങനെ പറഞ്ഞ ദിവസം എപ്പോഴെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടാ? അതെ പുളു അടിക്കുന്നു. അതെ, ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എന്റെ തലവേദന കൂടുള്ളൂ. ഒന്ന് പോവോ, റെസ്റ്റ് എടുക്കട്ടാ? വാ, ഞാൻ അവിടെ നിൽക്കും കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ നീ എന്നെ വിളിക്കുക കേട്ടോ. ശരി, പൊക്കോളൂ. അച്ഛാ പോയില്ലേ? ഒരു പെയിൻ കില്ലറെങ്കിലും കഴിക്കണം കേട്ടോ. എന്തോന്ന്, ഞാൻ ചെയ്തോളാം. ഒന്ന് പോയി തരുവോ? ശരി.